ഹായ് ഫ്രണ്ട്സ്, രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും ജീവൻ രക്ഷിക്കാൻ സാധ്യതയുള്ളതും കെയർലെസ് ആയിട്ട് കാണുന്നതും കൃത്യമായി മനസ്സിലാക്കാത്ത കാര്യമാണ് പറയുന്നത്. റോട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് സെൻസറി ഇൻപുട്ടിന്റെ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ്. 5 എണ്ണം: കാഴ്ച, കേൾവി, ടച്ച്, സ്മെല്ല്, രുചി. ഡ്രൈവിംഗിൽ രുചിക്ക് പ്രാധാന്യമില്ല. കാഴ്ചയില്ലാത്ത ഒരാളുടെ വീടിന് മുമ്പിൽ സ്പീക്കറിൽ ആനയുടെ ചിഹ്നം വിളി പ്ലേ ചെയ്യുകയാണെങ്കിൽ കേൾവിയുടെ അടിസ്ഥാനത്തിൽ ആനയാണെന്ന് തെറ്റിദ്ധരിക്കും. ടച്ച് ചെയ്യാനോ സ്മെല്ല് ചെയ്യാനോ അവസരം കിട്ടുകയാണെങ്കിൽ സ്പീക്കർ ആണെന്ന് മനസ്സിലാക്കാം. 5 സെൻസറി ഇൻപുട്ടും ഒരേ കാര്യത്തിനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ആക്യുറേറ്റ് ആയിരിക്കും. ഏതിനാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അതാവാനാണ് സാധ്യത. ആനയ്ക്കാണ് കൂടുതൽ വോട്ടെങ്കിൽ ആനയായിരിക്കും കറക്റ്റ്. അതല്ല സ്പീക്കറിനാണ് കൂടുതൽ വോട്ട് കിട്ടുന്നതെങ്കിൽ സ്പീക്കർ ആയിരിക്കും കറക്റ്റ്. ഇമ്മീഡിയറ്റ് ആയിട്ടാണ് തലച്ചോറ് ഈ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്, അതല്ലാതെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല. ഡ്രൈവിംഗ് സമയത്ത് ഇമ്മീഡിയറ്റ് കൺക്ലൂഷനും റെസ്പോൺസും ആണ്. പകലിനെ അപേക്ഷിച്ച് രാത്രി റിസ്ക് കൂടുതലാണ്. അതായത് 80% കോൺട്രിബ്യൂഷനാണ് കാഴ്ച തരുന്നത്. ആക്യുറസി കൂടുതലായിരിക്കും. പക്ഷേ രാത്രി വിഷൻ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കേൾവിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ലൈറ്റ് ഇല്ലാതെ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വാഹനം മനസ്സിലാക്കാൻ വിഷൻ കൊണ്ട് പറ്റില്ല. കേൾവിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും എത്ര അകലെയാണെന്നുള്ളത്. ഡിമ്മ് ചെയ്യാത്ത വാഹനത്തിന്റെ ദൂരം മനസ്സിലാക്കാനായിട്ടും ഓഡിറ്ററി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിന്റെ ശബ്ദം മനസ്സിലാക്കി ഓട തിരിച്ചറിയാനായിട്ട് സാധിക്കും. ടെറിട്ടറി ഡോഗ്സിന്റെ ശബ്ദം മനസ്സിലാക്കി ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും. ഇതേപോലുള്ള പല കാര്യങ്ങൾക്കും ഓഡിയോ ഇൻപുട്ട്, ഓഡിയോ സെൻസറിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. റോഡിന്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ ടാക്ടിക്കൽ ഫീഡ്ബാക്ക് വഴി ടച്ച് സെൻസറി ഹെൽപ്പ് ചെയ്യും. ഫ്യൂവൽ ലീക്കേജ്, എഞ്ചിനിൽ നിന്നുള്ള പുകയുടെ മണം മനസ്സിലാക്കി ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് സ്മെല്ല് സെൻസറി ഹെൽപ്പ് ചെയ്യും. രാത്രി സമയം ലാഭിക്കാനായിട്ട് ഹെഡ്ഫോണിൽ കോൾ ചെയ്യുന്നതും പാട്ട് കേൾക്കുന്നതും നമ്മുടെ ശ്രദ്ധ സ്പ്ലിറ്റ് ആകാനായിട്ട് കാരണമാകും. നമ്മൾ വിചാരിക്കുക ശ്രദ്ധ റോട്ടിലാണെന്നാണ്, പക്ഷെ ബ്രെയിൻ ഇതൊരു മൾട്ടി ടാസ്കിംഗ് ആണ്. പല ഡാറ്റ ഒരേ സമയം പ്രോസസ്സ് ചെയ്യണം. അതുകൊണ്ട് തന്നെ റോട്ടിൽ നിന്നുള്ള ഡാറ്റയ്ക്ക് ഡിലേ വരാനായിട്ടും റെസ്പോൺസ് ചെയ്യാനായിട്ട് സമയം കൂടുതലെടുക്കും. ആംബുലൻസിന്റെ ശബ്ദം നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപകടം സംഭവിക്കും. മാത്രമല്ല ഹെഡ്സെറ്റും പാട്ടും കേൾക്കുന്ന സമയത്ത് അകലെയുള്ള ശബ്ദത്തിനോട് സെൻസിറ്റിവിറ്റി കുറയാനായിട്ടും സാധ്യതയുണ്ട്. കാർ യാത്രക്കാർ സേഫ് ആണ്, പക്ഷെ മറ്റുള്ളവർക്ക് അപകടം വരുത്താം. രാത്രി വിജിലന്റ് ആയിട്ടും കെയർഫുൾ ആയിട്ടും ഡ്രൈവ് ചെയ്യുക. രാത്രി ഡ്രൈവ് ചെയ്യണ സമയത്ത് ഡ്രൈവിങ്ങിന് മാത്രം ഫോക്കസ് കൊടുക്കുക. മറ്റു കാര്യങ്ങളിലേക്ക് പോകരുത്. മൾട്ടി ടാസ്കിങ് ഒന്നും ചെയ്യരുത്.